ഒരു മനുഷ്യൻ അവന്റെ ആത്മാവിനെ പരിപോഷിപ്പിച്ചെടുത്താൽ അവന് മലക്കുകളെക്കാൾ ഉയരത്തിലെത്താൻ കഴിയും. അവന്റെ ശരീരത്തിനാണ് അവന് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ മൃഗത്തെക്കാൾ താഴേക്ക് പോകുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഒരിക്കലും ഇസ്ലാം മണ്ണിന് പ്രാധാന്യം കൊടുക്കാനോ ആത്മാവിന് പ്രാധാന്യം കൊടുക്കാനോ ഇസ്ലാം പറയുന്നില്ല. മറിച്ച് ഇത് രണ്ടിന്റെയും ഇടയിൽ മനുഷ്യനായി നിന്നുകൊണ്ട് ആത്മീയമായി അവന് കിട്ടേണ്ട ഭക്ഷണം ആത്മാവിന് കൊടുത്ത് ശരീരത്തിന് കൊടുക്കേണ്ട ഭക്ഷണം ശരീരത്തിന് കൊടുത്ത് മണ്ണും ആത്മാവും ഒരുപോലെ സഞ്ചരിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോഴാണ് അവന്റെ ആത്മാവിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നാളെ പടച്ചതമ്പുരാൻ ഒരുക്കി കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്കൊന്ന് പറയുവാനുള്ള വിഷയം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ആ പരിശുദ്ധ ഖുർആനിൽ 3 വിഭാഗം ആളുകൾ, ആ 3 വിഭാഗം ആളുകളുടെ ചില പ്രവർത്തനങ്ങൾ അല്ലാഹു തആല മോശമായി കാണുകയും അവരെ 3 തരത്തിലുള്ള മൃഗങ്ങളോട് അല്ലാഹു ഉപമിച്ചിട്ടുണ്ട്. നമ്മൾ ചിലരെ പറ്റി പറയാറുണ്ട് അവൻ കാളയാണ്, ചിലരെ പറ്റി പറയാറുണ്ട് അവൻ കഴുതയാണ്, ചിലരെ പറ്റി നമ്മൾ പറയാറുണ്ട് അവൻ കൊരങ്ങനാണ്. നമ്മൾ പല മൃഗങ്ങളുടെയും പേര് പറഞ്ഞിട്ട് മനുഷ്യനെ ഉപമിക്കുമ്പോൾ അള്ളാഹുവിന്റെ കലാമിലൂടെ അവൻ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത പരിചയപ്പെടുത്തി കൊടുത്ത 3 സ്വഭാവ വൈകൃതങ്ങളുള്ള മനുഷ്യനെ അള്ളാഹു 3 തരത്തിലുള്ള മൃഗങ്ങളോട് ഉപമിച്ചതായി നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ കഴിയും. സമയം കിട്ടുമെങ്കിൽ ഒരു വിഭാഗം ആളുകളെ അള്ളാഹു തആല റിയൽ മൃഗമാക്കി മാറ്റിയ കഥയും നമുക്ക് ഇൻഷാ അല്ലാഹ് പറയണം. അവരുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് കൂടി നമുക്ക് സമയം കിട്ടുമെങ്കിൽ പറയാം. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആമുഖമായി എന്റെ പ്രഭാഷണം ശ്രവിക്കുവാൻ ഈ തേവലക്കരയുടെ മണ്ണിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ദീനീയ സ്നേഹികളോട്, സഹോദരിമാരോട്, സഹോദരങ്ങളോട് പറയുവാനുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയപ്പെടുന്ന 3 വിഭാഗം സ്വഭാവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഈ നിമിഷം ഇവിടെ വെച്ച് പ്രതിജ്ഞ എടുത്തിട്ട് നമുക്ക് പോകാം. അള്ളാഹു നല്ല മനസ്സ്, നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് നമ്മുടെ നല്ല മനസ്സ് വിനിയോഗിക്കാനുള്ള നല്ല തൗഫീഖ് അള്ളാഹു ഈ നല്ല സദസ്സിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് 3 സ്വഭാവമുള്ള ആളുകളെ 3 മൃഗങ്ങളോട് ഉപമിച്ചതായിട്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ഖുർആനെ പഠിക്കുന്നവരാണ്, ഖുർആൻ ചിന്തിക്കുന്നവരാണ്, ഖുർആനിനെ പറ്റിയിട്ട് പ്രസംഗിക്കുന്നവരാണ്, ഖുർആനിനെ പറ്റിയിട്ട് പ്രസംഗിപ്പിക്കുന്നവരാണ്, പ്രസംഗം കേൾക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഇല്ല എന്നുള്ളത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. യൂറോപ്പില് ഒരു പള്ളി, ക്രൈസ്തവ ചർച്ചിന്റെ തൊട്ടടുത്തായി ഒരു മദ്യ ഷാപ്പ് വരാൻ തീരുമാനിച്ചു. ഒരു വലിയ ബാർ ഹോട്ടൽ വരാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കലും പള്ളിക്കാർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയില് പണം ഉള്ള, അതല്ലെങ്കിൽ സ്വാധീനമുള്ള, രാഷ്ട്രീയ പിടുത്തമുള്ള അവർ പെട്ടെന്ന് തന്നെ ആ ബാറിന്റെ പണി അങ്ങ് പൂർത്തീകരിച്ചു. അങ്ങനെ യൂറോപ്പിൽ പടുകൂറ്റം ബാർ വന്നു. അതിന്റെ തൊട്ടടുത്താണ് ഒരു നിലയിലുള്ള ഒരു ഇടവക പള്ളി, ഒരു ചർച്ച്, ക്രൈസ്തവ ചർച്ച്. അവസാനം ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം എത്തിയപ്പോൾ പള്ളിയിലെ വികാരിയച്ഛൻ വിശ്വാസികളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഞായറാഴ്ചത്തെ അവരുടെ പ്രാർത്ഥന വേളയിൽ പറഞ്ഞു, ഇനി നമ്മുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ, നമുക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കൊണ്ട് ആ ബാർ തകരണമെങ്കിൽ തകർന്നു പോട്ടെ, അല്ല എങ്കിൽ നമുക്ക് നിയമപരമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ബാർ തുടങ്ങുന്നവന് പണമുണ്ടാകും, അവന് രാഷ്ട്രീയ പിടിപാടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അങ്ങനെ ഞായറാഴ്ച പ്രാർത്ഥന ആരംഭിച്ചു. തിങ്കളാഴ്ച കൊടുങ്കാറ്റടിച്ചു വീശി, ചൊവ്വാഴ്ച ആ ബാർ നിലംപുത്തി. ബുധനാഴ്ച കോടതിയിൽ കേസ് പോയി. ബുധനാഴ്ച കോടതിയിൽ കേസ് കൊടുത്തു ബാറിന്റെ മുതലാളി. എന്താണ് കേസ് കൊടുത്തത്? അവിടുത്തെ വിശ്വാസികൾ ചർച്ചിൽ പ്രാർത്ഥന നടത്തിയിട്ട് എന്റെ ബാർ നഷ്ടപ്പെട്ടു പോയി, എന്റെ ബാർ തകർന്നുപോയി എന്ന് പറഞ്ഞു. ഇതറിഞ്ഞുകൊണ്ട് പള്ളി കമ്മിറ്റിക്കാരും ഇടവകക്കാരും പള്ളിയിലെ അച്ഛനും എല്ലാവരും കൂടി കോടതിയിൽ കൊണ്ടുവന്ന് വേറൊരു പെറ്റീഷൻ കൊടുത്തു. എന്തായിരുന്നു പെറ്റീഷൻ? ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല അത് തകർന്നത്, ഞങ്ങളുടെ പ്രാർത്ഥനയും ബാറിന്റെ തകർച്ചയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് അവരും കൊണ്ടുവന്ന് പെറ്റീഷൻ കൊടുത്തു. അങ്ങനെ വക്കീലുമാര് വാദിക്കാൻ വേണ്ടി എഴുന്നേറ്റു. കോടതി മുറ്റത്ത് നിശബ്ദത. ജഡ്ജി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഒരു ഭാഗത്ത്
ഭാഗത്ത് വിശ്വാസികളുടെ പ്രാർത്ഥന കൊണ്ട് തന്റെ ബാർ നഷ്ടപ്പെട്ടു പോയി എന്ന് വാശി പിടിച്ചുകൊണ്ട് അവിടെ കേസ് കൊടുത്ത ബാർ മുതലാളി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല ആ ബാർ തകർന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചിലെ വികാരി അച്ഛനും അതുപോലെ തന്നെ വിശ്വാസികളും മറുഭാഗത്ത്. ജഡ്ജി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദ്യം പറഞ്ഞത്, വിചിത്രമായ ഒരു കേസിനെയാണ് ഞാൻ അഭിമുഖീകരിക്കുന്നത്. എന്തെന്നാൽ പ്രാർത്ഥനയിൽ വിശ്വാസമുള്ള ബാർ മുതലാളി ഒരു ഭാഗത്ത്, പ്രാർത്ഥനയിൽ വിശ്വാസമില്ലാത്ത പള്ളിക്കാർ മറ്റൊരു ഭാഗത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ബാറ് മുതലാളി പറയുന്നു എവരുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ബാർ തകർന്നു പോയത്. പള്ളിക്കാർ പറയുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം സ്വീകരിക്കൊന്നുമില്ല, ഞങ്ങളുടെ പ്രാർത്ഥനയും തകർച്ചയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അള്ളാഹുവിനോട്, ദൈവത്തോട്, നമ്മുടെ ഈശ്വരനോട്, ആ ദൈവത്തോടും പടച്ചതമ്പുരാനോടുമുള്ള അദമ്യമായ അനുരാഗം അകതാരിന്റെ അകക്കാമ്പിൽ ആണിക്കല്ലിട്ട് ഉറപ്പിച്ചിട്ടല്ലാതെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ യാതൊരു സഹായവും നമുക്ക് ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആത്മാവും മണ്ണും കൂടി കലർത്തപ്പെട്ട മനുഷ്യൻ അവന്റെ ആത്മാവിന് ആവശ്യമായ ഭക്ഷണം കൊടുത്ത്, അവന്റെ മണ്ണാകുന്ന ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കൊടുത്ത് ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ കൊണ്ടുപോയി ഈ ലോകത്ത് ജീവിക്കുന്ന വിജയിക്കുന്ന മനുഷ്യനാണ് നാളെ പരലോകത്ത് ഉന്നതമായ വിജയമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് 3 സ്വഭാവ വൈകൃതങ്ങളെ പറ്റി വിശദീകരിച്ചുകൊണ്ട്, ആ വൈകൃത സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഇവിടെ വെച്ച് പ്രതിജ്ഞ എടുത്തിട്ട് നമ്മൾക്ക് പിരിയാം. സർവശക്തനായ പടച്ചതമ്പുരാൻ ആ ദുസ്വഭാവങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒന്നാമത്തെ വിഭാഗം ഏതാണ്? ഓരോരുത്തരും അവരവരുടെ കാര്യത്തെ പറ്റിയിട്ടൊന്ന് ആലോചിച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത് അവനവനെ പറ്റിയാ പറയുന്നത് എന്ന് പറയുന്ന ഞാനും പറയിപ്പിച്ച സംഘാടകരും കേൾക്കുന്ന നിങ്ങളും ചിന്തിച്ചാൽ നമുക്കൊരു മാറ്റമുണ്ടാകും. അള്ളാഹു അതിന് മാറാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅളുകൾക്ക് കുറവൊന്നുമില്ല, വഅളുകൾക്കൊരു കുറവുമില്ല. അതുകൊണ്ട് മാറാൻ തീരുമാനിച്ചോളിൻ. അള്ളാഹു നമ്മളെ മാറ്റിത്തതുമാറാകട്ടെ. ഈ ഒരു സദസ്സ് അതിനൊരു സബബായി, ഒരു കാരണമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിലൂടെ ഒന്നാമത്തെ വിഭാഗത്തെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ഉറങ്ങരുത്. 2 മണിക്കൂർ, അതിൽ 15 മിനിറ്റ് പോയി, ഇനി 1.25 മണിക്കൂറേ ഉള്ളൂ. ശ്രദ്ധയോടെ കേട്ടോളിൻ. ഒന്നാമത്തെ വിഭാഗം അള്ളാഹു പരിചയപ്പെടുത്തി. അവന്റെ സ്വഭാവം എന്ത്, അവനെ എന്തിനോട് അള്ളാഹു ഉപമിച്ചു, നമുക്ക് വിശദീകരിക്കാം. ഒരു സംശയം അക്കാര്യത്തിലില്ല. ഏതെങ്കിലും മനുഷ്യനല്ല പറയുന്നത് നീ ഇന്ന മൃഗമാണ് എന്ന്. സൃഷ്ടിച്ച പടച്ചോനാ പറയുന്നത്. സ്വാതന്ത്ര്യമുണ്ടവന് പറയാൻ, അവന് സ്വാതന്ത്ര്യമുണ്ട് പറയാൻ. അതും പറഞ്ഞത് ഏതെങ്കിലും ഒരു മാസികയിലല്ല, ഏതെങ്കിലും ഒരു ദിനപത്രത്തിലല്ല, ഏതെങ്കിലും ഒരു വാരികയിലല്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, പുരാതന കാലത്തെ പ്രാകൃതന്റെ പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെ മനോമുഖരത്തിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കിയ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെയാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത്. എന്തായിരുന്നു ഒന്നാമത്തെ വിഭാഗം? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ്. ولقد ذرأنا لجهنم كثيرا من الجن والإنس لهم قلوب لا يفقهون بها ولهم أعين لا يبصرون بها ولهم آذان لا يسمعون بها أولئك كالأنعام بل هم أضل أولئك هم الغافلون. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഇവര് മനുഷ്യരെല്ലാം മൃഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തോട് പരിചയപ്പെടുത്തിയ ഏത് ഖുർആനാണ് സഹോദരങ്ങളെ, ഏത് ഖുർആനാണ് പ്രിയപ്പെട്ടവര്? ഇന്നും എത്രയോ സ്ഥലങ്ങളിലാണ് പരിശുദ്ധമായ ഖുർആനിനോടുള്ള കലികൊണ്ട്, ഖുർആനിനോടുള്ള വൈരാഗ്യം കൊണ്ട്, ഖുർആനിനോടുള്ള വിദ്വേഷം കൊണ്ട് എത്രയോ സ്ഥലങ്ങളിലാണ് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആന് വലിച്ചു കീറപ്പെടുന്നത്. എത്രയോ സ്ഥലങ്ങളിലാണ് വിശുദ്ധമായ ഖുർആന് മലീമസമാക്കപ്പെടുന്നത്. എന്നാൽ നിങ്ങൾക്കറിയണോ സഹോദരങ്ങളെ, ഇന്നേ വരെ ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ ഒരു ഹറക്കത്തിനോ ഒരു അക്ഷരത്തിനോ യാതൊരു മാറ്റവുമില്ലാത്ത വ്യത്യാസം വരാത്ത അള്ളാന്റെ പരിശുദ്ധമായ കലാമുണ്ടല്ലോ. ലോകം ദാഹിച്ചുകൊണ്ടിരുന്ന വിമോചന സരണിയുണ്ടല്ലോ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യഭൂതവർഗത്തിൽ നിന്ന് ഭൂരിപക്ഷം
ഭൂരിപക്ഷം ആളുകളെയും നരകത്തിന് വേണ്ടിയാണ് ഞാൻ പടച്ചത്. ഇതാരാണ് സഹോദരങ്ങളെ പറയുന്നത്? അല്ലാഹുവാ പറയുന്നത്. അവന്റെ കലാമിലൂടെയാണ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. മനുഷ്യഭൂതവർഗത്തിൽ നിന്ന് ഭൂരിപക്ഷം ആളുകളെയും ഞാൻ പടച്ചത് സ്വർഗത്തിന് വേണ്ടിയിട്ടല്ല. എന്റെ തേവലക്കരയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഭൂരിപക്ഷം ആളുകളും നരകത്തിലാണ്. ന്യൂനപക്ഷമാണ് അള്ളാന്റെ സ്വർഗത്തിൽ പോവുക. ഭൂരിപക്ഷം ആളുകളെയും അള്ളാഹു എവിടേക്ക് വേണ്ടിയിട്ടാണ് പടച്ചത്? അവന്റെ നരകത്തിന് വേണ്ടിയിട്ടാണ് പടച്ചത് തമ്പുരാനെ സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അവരുടെ സ്വഭാവം എന്തെന്നറിയുമോ? ആ മനുഷ്യ വിഭാഗത്തിന്റെ സ്വഭാവം എന്തെന്നറിയുമോ? ലഹുമു ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഞാൻ നല്ല ഹൃദയം കൊടുത്തിരിക്കുകയാണ്. നല്ല ഹൃദയം ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഇടതുഭാഗത്തിടത്ത് നെഞ്ചിലേക്ക് ചേർന്നിരിക്കുന്ന ഹൃദയമുണ്ടല്ലോ, ആ ഒരു ഹൃദയം അള്ളാഹു തന്നതെന്തിനെന്നറിയുമോ? അള്ളാഹു തന്നതെന്തിനെന്നറിയുമോ? സഹോദരങ്ങള്, ചിന്തിക്കേണ്ടത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു പറയുന്ന ഭൂരിപക്ഷം ആളുകളെ ഞാൻ നരകത്തിന് വേണ്ടി പടച്ചതാണ്. അവര് ചെയ്ത തെറ്റെന്തെന്നറിയുമോ? അവർക്ക് ഞാൻ ഹൃദയം കൊടുത്തു. ആ ഹൃദയം കൊണ്ട് ലാ യഫ്ഖഹൂന ബിഹാ. അവര് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. വലഹും അഈനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് ഞാൻ നയനങ്ങൾ കൊടുത്തു, കണ്ണുകൾ കൊടുത്തു, മനോഹരമായ കണ്ണുകൾ കൊടുത്തു. പക്ഷെ കാണേണ്ടത് അവര് കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് ഞാൻ ശ്രവണപുടങ്ങൾ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. അവര് കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. ധാരാളം കാര്യങ്ങൾ അവർ കേൾക്കുന്നുണ്ട്, ധാരാളം വസ്തുക്കൾ അവർ കാണുന്നുണ്ട്, പലതിനെ പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു പറയുന്നു, ചിന്തിക്കേണ്ടത് അവർ ചിന്തിക്കുന്നില്ല, കാണേണ്ടത് അവർ കാണുന്നില്ല, കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല. ഈ മൂന്ന് സ്വഭാവ ഗുണങ്ങളുള്ള മനുഷ്യനുണ്ടല്ലോ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു തന്നെ പറയുകയാണ്, ഉലൈക കല്ലനആം. അവന് നാൽക്കാലികളെ പോലെയാ, അവന് നാൽക്കാലികളെ പോലെയാ. അവിടെ പട്ടിയെന്നല്ല പറഞ്ഞില്ല, അവിടെ പന്നിയെന്നല്ല പറഞ്ഞില്ല, കഴുതയെന്ന്, കുതിരയെന്ന്, ഒട്ടകമെന്ന്, പശുവെന്ന്, കാളയെന്ന്, എരുമയെന്ന്, പോത്തെന്നല്ല പറഞ്ഞില്ല. നാൽക്കാലികളെന്ന് പറയുന്ന നാൽക്കാലികളായ ജീവികളുണ്ടല്ലോ, ആ നാൽക്കാലികളെ അള്ളാഹു പരിചയപ്പെടുത്തിയിട്ട് ആ നാൽക്കാലികളോട് ഉപമിച്ചുകൊണ്ട് അല്ലാഹു ഒറ്റ വാക്കില് പറയുകയാണ്, ഉലൈക കല്ലനആം. കണ്ണു കൊടുത്തിട്ട് കാണേണ്ടത് കാണാത്തവനെ, കാത് കൊടുത്തിട്ട് കേൾക്കേണ്ടത് കേൾക്കാത്തവനെ, ഹൃദയം കൊടുത്തിട്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്തവനെ, നീ ആരെ പോലെയാണ്? നാൽക്കാലിയെ പോലെയാണ്. ഇത് പറയുമ്പോൾ സഹോദരങ്ങളെ, കണ്ണുകൊണ്ട് കാണാണ്ടത് കാണാത്ത മനുഷ്യ, കാതുകൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാത്ത മനുഷ്യ, ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടത് ചിന്തിക്കാത്ത മനുഷ്യ, നീ കഴുതയെ പോലെയാണ്, നീ കാളയെ പോലെയാണ്, നീ പട്ടിയെ പോലെയാണ്, പന്നിയെ പോലെയാണ് എന്ന് അല്ലാഹു പറഞ്ഞാൽ അവകൾക്ക് വല്ലാത്ത വിഷമം വന്നാലോ, അവർക്ക് ദുഃഖം വന്നാലോ, അവർക്ക് നാണക്കേടായാലോ, അതുകൊണ്ട് അല്ലാഹു ഒരു പടി കൂടി താഴേക്ക് ഇറങ്ങിയിട്ട് പറയുകയാ, ബൽഹും അളല്ലോ. അവര് നാൽക്കാലികളെ പോലെ എന്ന് മാത്രമല്ല, ബൽഹും അളല്ലോ, അതിനേക്കാളും നിന്ദ്യരാണ്, നികൃഷ്ടരാണ്, നീചരാണ്, വൃത്തികെട്ടവരാണ്, അതിനേക്കാൾ അധമന്മാരാ. എന്തുകൊണ്ടെന്നറിയോ? അവര് ചെയ്ത തെറ്റെന്താണ്? ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവരശ്രദ്ധരായി ജീവിക്കുന്നവരാ, അവര് ബോധമില്ലാതെ ജീവിക്കുന്നവരാ, ഒരു ചിന്തയുമില്ലാതെ ജീവിക്കുന്നവരാ. മുന്നിലൂടെ കാണുന്ന കാഴ്ചകളല്ല കണ്ടിട്ട് ഗുണപാഠം ഉൾക്കൊള്ളേണ്ടവനാണ്, പക്ഷേ അവര് കാണാത്തതുപോലെ നടന്നു പോവുകയാ. തന്റെ മുന്നിൽ വേദനിക്കുന്ന രോഗം കൊണ്ട്, കഷ്ടപ്പാട് കൊണ്ട്, കടം കൊണ്ട്, പ്രയാസം കൊണ്ട്, നൊമ്പരം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളെ കാണുമ്പോൾ അവന് കണ്ട പാപം പോലും നടിക്കാട്, അവന് കണ്ട ഭാവം പോലും നടിക്കാതെ നടന്നു പോകുന്നവനാ. എത്രയോ ദീനരോധനങ്ങൾ അവന്റെ കാതിൽ കേട്ടു സഹോദരങ്ങള്, അത് കേൾക്കാത്തവനെ പോലെ നടന്നു പോവുകയാ. അവന്റെ ഹൃദയം അല്ലാഹു എന്തെല്ലാം ചിന്തിക്കാനുള്ള സൗകര്യം കൊടുത്തു, എന്തെല്ലാം സാഹചര്യങ്ങൾ ഇട്ടുകൊടുത്തു, പക്ഷെ അവനെ ചിന്തിക്കുന്നില്ല. ഇവനെ പറ്റി അല്ലാഹു പറഞ്ഞ ഇവന്റെ തെറ്റേതെന്നറിയോ? ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവൻ അശ്രദ്ധനായി ജീവിക്കുന്നവനാ.
ഇവനെ അല്ലാഹു ഉപമിച്ചത് എന്തിനോടെന്നറിയോ? ഉലൈക കൽ ബൽ ഹും അളല്ലു. അവന് നാൽക്കാലികളെക്കാൾ അധപ്പതിച്ചവനാണെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅറാഫിലൂടെ പടച്ചതമ്പുരാന് പരിചയപ്പെടുത്തുമ്പോ, തേവലക്കരയുടെ മണ്ണിൽ ചരിത്രങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന തേവലക്കരയുടെ മണ്ണിൽ ഒരു വർഗീയ കലാപത്തിന് തിരികൊളുത്താൻ വേണ്ടിയിട്ട് വന്ന് വയോധികനായ അലവിക്കുഞ്ഞുസ്താദ് വെട്ടിക്കൊന്ന തേവലക്കരയുടെ മണ്ണിൽ വെച്ച് ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണ്ടേ സഹോദരങ്ങളെ, ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണ്ടേ. അതുകൊണ്ട് ജീവിതത്തിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട്, കണ്ണുകൊണ്ട് കാണുന്നത്, കാതുകൊണ്ട് കേൾക്കുന്നത്, ചിന്തിക്കേണ്ട കാര്യങ്ങളെ ചിന്തിക്കാതെ പോകുന്നത് ഒരു വലിയ അപകടത്തിലേക്കാണ്, ആപത്തിലേക്കാണെന്ന ബോധം മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അശ്രദ്ധയിൽ നിന്ന് ഒന്ന് ഉണരണേ, എന്നിട്ട് ചിന്തിക്കണേ, എന്നിട്ടൊരു നവോന്മേഷത്തോടെ ഒരു പുത്തൻ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കണേ. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒന്നാമതായി പരിചയപ്പെടുത്തിയത് അശ്രദ്ധ കാരണം അള്ളാഹു അവനെ ഉപമിച്ചത് നാൽക്കാലികളെ പോലെയാണ്. നിസ്കരിക്കാത്തവൻ, ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ മുന്നിലൂടെ പോകുന്നവൻ, ളുഹറിന് പെട്ടെന്ന് കയറി ബാങ്ക് 11 മണിക്ക് വിളിച്ചു, മുക്രി, ആളുകൾ കമ്പും തടിയും വടിയുമായിട്ടൊക്കെ വന്നു. കാരണം കാലം മോശമാണല്ലോ. ആ സമയത്ത് എന്തിനാ 12:30ക്കുള്ള ബാങ്ക് 11 മണിക്ക് വിളിക്കുന്നത്? മോദി സാഹിബ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ആരും ആക്രമിക്കാമെന്നത് കൊണ്ടോ ഉറങ്ങിയിട്ട് സമയം തെറ്റി വിളിച്ചതോ ഒന്നുമല്ല, ഈ നാട്ടുകാരന്റെ ബാങ്ക് കേൾക്കുന്നുണ്ടോ എന്നൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നിട്ട് എന്റെ ളുഹറിന് നിങ്ങൾ കൃത്യമായി വരാത്തത്. പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോകുന്നവൻ ആ ബാങ്ക് കേൾക്കുന്ന സമയത്ത് കേട്ട ഭാവം പോലും നടിക്കാത്തവനെ കഴുത എന്ന് പറയാൻ പറ്റുമോ? കഴുതയ്ക്ക് നാണക്കേടാ. റമളാൻ മാസത്തിന്റെ പൊന്നമ്പിളി വാനലോകത്ത് പ്രകടമാകുമ്പോ ഖാലിമാരും ഇമാമുമാരും ഖതീബുമാരും നാളെ നോമ്പാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആരോഗ്യമുള്ള മനുഷ്യന് കഴുതകളെ പോലെ മേഞ്ഞു നടന്നു തിന്നുകൊണ്ട് പകല് നേരെ പടച്ചവനോട് വൈരാഗ്യത്തോടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നവനെ പട്ടിയെന്ന് വിളിക്കാൻ പറ്റുമോ? പട്ടിക്ക് നാണക്കേടാവും. സാമ്പത്തികമായി ശേഷി ഉണ്ടായിട്ട് വിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ പോകാത്തവനെ മറ്റേതെങ്കിലും മൃഗത്തിന്റെ പേരിട്ട് വിളിക്കാൻ പറ്റുമോ? ആ മൃഗത്തിന് നാണക്കേടാവും. അത് അള്ളാഹ്ക്ക് നല്ലതുപോലെ അറിയാം. പടച്ചവൻ നീതിമാനാ, അള്ളാഹു നീതിമാനാ. അതുകൊണ്ട് പടച്ചവൻ പറഞ്ഞു നാൽക്കാലികളെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നാൽക്കാലികൾക്ക് സങ്കടമാവും. അതുകൊണ്ട് മക്കളെ, നിങ്ങളെ പോലെയല്ല, ബൽഹും അളല്ലു, നിങ്ങളെക്കാൾ താഴെ തട്ടിലുള്ളവരാണ്, നിങ്ങളെക്കാൾ മോശപ്പെട്ടവരാണ്. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താ തെറ്റ്? കള്ളുടിയല്ല, പെണ്ണുപിടിയല്ല, പലിശയല്ല, പിന്നെ ഏതാണ്? ഒറ്റ തെറ്റ്, അശ്രദ്ധമായി ജീവിക്കുക. റസൂലുള്ളാഹിന്റെ ദുആ എന്താണ്? നമ്മൾ ഇന്ന് വരെ അള്ളാന്റെ റസൂൽ ദുആ ചെയ്ത ഈ ദുആ നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ? നമ്മൾ ചെയ്തിട്ടുണ്ടോ? എന്താ റസൂലുള്ളാഹിന്റെ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, ഇബാദത്ത് എടുക്കാൻ കഴിയാത്ത ഒരു അശക്തത, ആ ഒരു അവസ്ഥയെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വൽ കസൽ, അശക്തത ഇല്ലെങ്കിൽ പോലും, ശക്തി ഉണ്ടെങ്കിൽ പോലും നിനക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയാത്ത അലസത, അതിൽ നിന്ന് ഞാൻ പടച്ചവരെ നിന്നോട് കാവൽ തേടുന്നു. നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ദുആരക്കും, നമ്മൾ സുന്നികളാണെന്നൊക്കെ പറയുമ്പോഴും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുന്നത്തിൽ നിന്ന് വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോ. നമ്മൾ ദുആ ചെയ്യുന്നവരാണ്, പക്ഷെ ഈ ദുആ നമ്മൾ ഇന്ന് വരെ നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ? പടച്ചവനെ, അശക്തത വന്നിട്ട്, അസുഖം പിടിച്ചിട്ട്, രോഗം പിടിച്ചിട്ട്, ശരിയല്ലേ? പണ്ട് കാലങ്ങളിൽ 12 മണിക്ക് 1 മണിക്കും 2 മണിക്കും ചോറ് കഴിച്ചിട്ട് വല്യപ്പ വീട്ടിന്റെ കോലായിലേക്ക് വരുമ്പോ വല്യമ്മ കൊണ്ടുവന്ന് കൈവെള്ളയിൽ വെച്ചു കൊടുക്കുമായിരുന്നു. എന്താ? മുറുക്കാൻ, അല്ലേ? മുറുക്കാൻ കൊണ്ടുവന്ന് വല്യപ്പാന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുക്കും, വായിലേക്കിട്ട് ചവച്ചിട്ട് നീട്ടി തുപ്പുമായിരുന്നു. അതായിരുന്നു ഭക്ഷണം കഴിച്ചാൽ പണ്ടുള്ള പിതാക്കന്മാരുടെ സ്വഭാവമെങ്കിൽ 2 മണിക്ക് ആഹാരം കഴിച്ച് വീട്ടിന്റെ അടുക്കളയിൽ നിന്ന്, ഡൈനിങ് ഹാളിൽ നിന്ന് കോലായിലേക്ക് വരുമ്പോ ഇന്ന് വല്യമ്മ കൊണ്ട് കൈവെള്ളയിൽ വെച്ചു കൊടുക്കും. മുറുക്കാനല്ല, 10 കുളിയ, അല്ലേ? ഷുഗർ കൂടാതിരിക്കാൻ, കുറയാതിരിക്കാൻ, BP കൂടാതിരിക്കാൻ, കുറയാതിരിക്കാൻ, അങ്ങനെ 10 ഗുളിക കൊണ്ടുവന്ന് കൈവെള്ളയിൽ വെച്ചു കൊടുക്കും. അതും കഴിച്ചിട്ടാണ് പോയി ചുരുണ്ടുകൂടി കിടക്കുന്നത്. എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ആരോഗ്യം നഷ്ടപ്പെട്ട് നിനക്ക് ഇബാദത്ത് എടുക്കാൻ കഴിയാത്തൊരവസ്ഥ എനിക്ക് വരരുത്. അതുപോലെ ആരോഗ്യം ഉണ്ടായിരിക്കവേ അലസതയോടുകൂടി നിനക്ക് ഇബാദത്ത് എടുക്കാത്തൊരു സാഹചര്യം എനിക്ക് വരുത്തരുത്.
അള്ളാഹു ഒരു ചോദ്യം ഖുർആനിലൂടെ ചോദിച്ചു. എന്താ ചോദ്യം എന്നറിയോ? ഒരു വല്ലാത്തൊരു ചോദ്യമാണ്. ആ ചോദ്യം എന്റെ തേവലക്കരക്കാർ പഠിക്കണം. പഠിച്ചില്ല എങ്കിൽ അതൊരു ആപത്താണ്, ഒരു അപകടമാണ്. എന്ത് ചോദ്യം അള്ളാഹു ചോദിച്ചത്? ഒരു ചോദ്യം അള്ളാഹു ചോദിച്ചു. വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ, എണ്ണമറ്റ തഫ്സീറുകൾ കാണാനും ആ തഫ്സീറുകളുടെ ഇടയിൽ ആ വിശുദ്ധ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് ഒരു സമൂഹത്തിന് ആത്മീയമായ നവോന്മേഷം കൊടുത്ത ബഹുമാനപ്പെട്ട പട്ടാമ്പി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആ മഹാനുഭാവന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്റെ സഹോദരങ്ങളെ, ഖുർആനിൽ വളരെ വിരളമായി അള്ളാഹു തആല ചോദിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ചില ചോദ്യങ്ങൾ, ഒരു ചോദ്യമാണ് അള്ളാഹു ചോദിച്ചു. എന്താ ചോദിച്ചത്? ആ ചോദ്യം എന്റെയും നിങ്ങളുടെയും കാതുകളിൽ എന്റെ പ്രിയപ്പെട്ടവരെ കോൽമയിൽ കൊള്ളണം, പ്രകമ്പനം കൊള്ളണം, വിപ്ലവം ഉണ്ടാക്കണം നമ്മുടെ കാതുകളിൽ. എന്താ അള്ളാഹു ചോദിച്ചത്? പടച്ചതമ്പുരാന് ചോദിച്ച ചോദ്യമേതെന്നറിയോ? അള്ളാഹു ചോദിക്കുകയാണ്, ഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അള്ളാഹു ചോദിക്കുകയാണ്, ഏ മനുഷ്യ മനുഷ്യ മനുഷ്യ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, നിന്നെ ഞാൻ വൃഥാവിലാണ് പടച്ചതെന്ന് നീ കരുതിപ്പോയോ? ഒരു ചിന്തയുമില്ലാതെ അശ്രദ്ധനായി നടക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ പടച്ചതെന്ന് നീ ഭാവിക്കുന്നുണ്ടോ? വെറുതെ നിന്നെ ഞാൻ പടച്ചെന്ന് നീ കരുതുന്നുണ്ടോ? അന്നകും ഇലൈനാ ലാ തുർജഊൻ. അങ്ങനെ നടന്നുപോയാൽ എന്റെ മുന്നിൽ നീ തിരികെ വരില്ല എന്ന് നീ തോന്നിപ്പോയോ? നീ തിരികെ വരില്ല എന്ന ചിന്ത നിന്നെ വേട്ടയാടുന്നുണ്ടോ? അള്ളാഹു ചോദിക്കുന്ന ചോദ്യം എത്ര വലുതാണ് എന്റെ പെങ്ങള്. എത്രയോ ദൃഷ്ടാന്തങ്ങൾ എന്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ വന്നു പെങ്ങള്. എത്രയോ അത്ഭുതങ്ങൾ ഞാനും നിങ്ങളും കണ്ട് സഹോദരാ. എന്നിട്ട് നമുക്ക് മാറാൻ കഴിയുന്നില്ല. അള്ളാഹുവേ, പല പള്ളികളും ഒന്ന് കയറി നോക്കിയാൽ ആ പള്ളികളിൽ നിന്ന് നമസ്കരിക്കാൻ വരുന്നത് പ്രായമുള്ള കുറെ ആളുകളാ, പ്രായമുള്ള കുറെ വയസ്സന്മാരാ. യുവാക്കൾ ഇന്ന് പള്ളിയിലേക്ക് വരുന്നില്ല. പള്ളിയുടെ മുന്നിലുള്ള ഏതെങ്കിലും കളിക്കളപ്പിൽ ചെന്ന് നോക്കേണ്ട പ്രിയപ്പെട്ടവര്, ചെറുപ്പക്കാരവിടെ സജീവമാണ്, ചെറുപ്പക്കാര് സജീവമാ. അല്ലാഹു ചോദിക്കുന്ന, ഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. എന്നിലേക്ക് മടക്കപ്പെടില്ല എന്ന് നിങ്ങൾ കരുതിപ്പോയോ? നിങ്ങൾ ഈ എന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു പോയോ? ഈ ആയത്തിന്റെ ഗൗരവം എന്റെ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാകൂല. മനസ്സിലാകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഈ ആയത്തിന്റെ ഗൗരവം നിങ്ങൾക്കറിയണോ? ഈ ആയത്തിന്റെ ഘനം നിങ്ങൾക്കറിയണോ? ഈ ആയത്തിന്റെ ഗാംഭീര്യം നിങ്ങൾക്കറിയണോ? ഈ ആയത്തിന്റെ വ്യാപ്തി നിങ്ങൾക്കറിയണോ സഹോദരങ്ങള്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ടിലേക്ക് നോക്കിയിരിക്കാൻ ഭാഗ്യം കിട്ടിയ, അല്ലാഹുവിന്റെ റസൂലിന്റെ നിഴല് പോലെ സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ച ആദരവായ പ്രവാചകന്റെ സഹാബത്തുണ്ടല്ലോ, നക്ഷത്ര തുല്യരാണെന്ന് പറഞ്ഞ ആ സഹാബാക്കളിൽ പ്രമുഖനല്ലേ ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. സഹോദരങ്ങളെ, ശ്രദ്ധയോടെ ഈ ആയത്തിന്റെ ഗൗരവം കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സംഭവം പറയുകയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലൂടെ ഒരു രോഗം പിടിപെട്ട മനുഷ്യന് സഞ്ചരിക്കുകയാ. അയാൾ മാനസിക രോഗിയാണ്. അയാളുടെ ശാരീരിക അസ്വസ്ഥതകൾ വല്ലാതെ വേട്ടയാടുകയാ. മാനസികമായി തകർന്നുപോയ, ശാരീരികമായി തകർന്നുപോയ ഒരു മനുഷ്യൻ ഇബ്നു മസ്ഊദിന്റെ ചാരത്തൂടെ നടന്നു പോകുമ്പോ ആ മനുഷ്യനെ കാണുമ്പോഴേ അറിയാ കണ്ണു കുഴിഞ്ഞിരിക്കുകയാ. വിശാലം തളം കെട്ടി നിൽക്കുന്ന മുഖമാണ്. ആ മനുഷ്യന്റെ മുഖതാവിലേക്കും നോക്കുമ്പോൾ അറിയാം മനുഷ്യന്റെ മനസ്സിന്റെ വേദന. ആ മനുഷ്യൻ വല്ലാതെ പ്രയാസപ്പെടുകയാണ്, നൊമ്പരപ്പെടുകയാ. ആ മനുഷ്യൻ ഇബ്നു മസ്ഊദിന്റെ ചാരത്തുകൂടി നടന്നു പോകുമ്പോ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇമാം ബഗവി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കൂട്ടരെ. ഇമാം ബഗവി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ ഇബ്നു മസ്ഊദിന്റെ ചാരത്തുകൂടി ഒരു മനുഷ്യന്, രോഗിയായ മനുഷ്യനെ നടന്നു പോകുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യനടുത്തേക്ക് വിളിക്കുകയാ. ആ മനുഷ്യനടുത്തേക്ക് വിളിച്ചിട്ട് ആ മനുഷ്യന്റെ കാതിൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഈ ആയത്തുണ്ടല്ലോ, ഈ ആയത്ത് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറയുന്ന അധ്യായത്തിന്റെ ഒരു ആയത്താണ്. ഈ ആയത്തോടിയിട്ടങ്ങ് കാതിലൊന്ന് ഊതിക്കൊടുക്കുകയാ. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ.
ഈ ആയത്തോടിയിട്ട് ഇബ്നു മസ്ഊദ് തങ്ങളാ രോഗിയായ മനുഷ്യന്റെ കാതിലും ഊതി കൊടുക്കുകയാ. സഹോദരങ്ങളെ, സംഭവിച്ചത് എന്തെന്നറിയോ? മാനസിക വിഭ്രാന്തിയോടെ നടന്ന മനുഷ്യനാ, ഭ്രാന്ത് വന്ന മനുഷ്യനാ, ശാരീരികമായി തളർന്നു പോയ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ കാതിൽ ഇബ്നു മസ്ഊദ് തങ്ങൾ ഈ ആയത്തൊന്ന് ഊതി കൊടുത്തപ്പോ ഫഖദ് ബരിആ, ആ മനുഷ്യന്റെ രോഗം മുഴുവനും മാറിപ്പോവുകയാ. ആ മനുഷ്യന്റെ രോഗം അങ്ങ് മാറുകയാണ്. ഈ വിവരം ആദരവായ പ്രവാചകന്റെ കാതിലെത്തുകയാണ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, റസൂലുള്ളാന്റെ കാതിലെത്തി. ഇബ്നു മസ്ഊദിനെ വിളിച്ചിട്ട് ചോദിക്കും, ഇബ്നു മസ്ഊദ്, നീ ഏത് ആയത്താണ് പൊന്നുമോനെ ഓതിക്കൊടുത്തത്? ഏത് ആയത്താണ് നീ ആ മനുഷ്യന്റെ കാതിൽ ഊതിക്കൊടുത്തത്? ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞു, നബിയേ, ഞാൻ ഓതിയ ആയത്ത് ഈ ആയത്താണ്. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ള എന്താ പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാ, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കയ്യിലാണോ ആ പടച്ചവനെ തന്നെയാണ് സത്യം. ലൗ അന്ന റജുലൻ മൂഖിനൻ ഖറാഹാ അലൽ ജബലി ലസാലാ, ആരെങ്കിലും ഒരാൾ ഈമാനോടെ ഉറപ്പോടെ വിശ്വാസദാർഢ്യത്തോടെ ഒരു മനുഷ്യൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഈ ആയത്തോതിയാൽ, തേവലക്കരക്കടുത്ത് എവിടെയാണ് സഹോദരങ്ങളെ മലയുള്ളത്? എവിടെയാണ് പർവ്വതമുള്ളത്? ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഒരു മനുഷ്യനെ വിശ്വാസദാർഢ്യത്താൽ ഓതിക്കഴിഞ്ഞാൽ, ഈ ഒരൊറ്റ ആയത്തങ്ങ് ഓതിക്കഴിഞ്ഞാൽ, ആദരവായ പ്രവാചകൻ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന് പറഞ്ഞതെന്തെന്നറിയോ? ആകോ പടച്ച തമ്പുരാൻ അല്ലാഹുവിന്റെ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ഏതിനെ സംബന്ധിച്ചുമുള്ള അവഗാഹം നേടിയ പ്രവാചകന് പറഞ്ഞതെന്തെന്നറിയോ? ഏതെങ്കിലും ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യനെ ആയത്തോടെ കഴിഞ്ഞാൽ ആ പർവ്വതം നീങ്ങി പോകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. വിശ്വസിക്കണേ ചെറുപ്പക്കാരാ, വിശ്വസിക്കണേ ചെറുപ്പക്കാരാ. നാളെ നേരം വെളുത്തിട്ട് ഏതെങ്കിലും മലമുകളിൽ കയറി നിന്നിട്ട് ഈ ആയത്തോടിയിട്ട് ഇമാം ബഗവിയെ വെല്ലുവിളിച്ചാൽ, എന്നെ വെല്ലുവിളിച്ചാൽ, ഹസൻ തങ്ങളെ വെല്ലുവിളിച്ചാൽ, പണ്ഡിതന്മാരെ വെല്ലുവിളിച്ചാൽ, നിങ്ങൾ നിൽക്കുന്ന പർവ്വതമൊന്ന് ചലിക്കണമെന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, മൻ ഖറാഹാ മൂക്കിനൻ, ആരെങ്കിലും വിശ്വാസത്തിന്റെ ഉറപ്പോടെ ഓതിക്കഴിഞ്ഞാൽ, ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടില്ല, ആരെങ്കിലും ഒന്ന് ഉറച്ചുകൊണ്ട് ഈമാനോടെ ഓതിക്കഴിഞ്ഞാൽ ആ പർവ്വതം നീങ്ങി പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രയും പവറാണ് കൂട്ടരെ ഈ ആയത്തിനുള്ളത്, അത്രയും പവറാണ് ഈ ആയത്തിനുള്ളത്. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾ അങ്ങ് വെറുതെ അല്ലാഹു ഉണ്ടാക്കിയതാണെന്ന്? അല്ല, നിങ്ങൾ അങ്ങനെ വെറുതെ നിങ്ങളെ സൃഷ്ടിച്ചതാണെന്ന ബോധത്തോടെ നിങ്ങൾ ജീവിച്ചാൽ എന്റെ അടുത്ത് വരേണ്ടി വരില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതും തെറ്റാണ്. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, അതെനിക്ക് ഇബാദത്താണ്, എനിക്ക് ഇബാദത്താണ്. അതിന് എന്തെങ്കിലും ഒരു ഭംഗം നിങ്ങൾ വരുത്തിയാൽ നിങ്ങൾ എന്റെ മുമ്പിൽ വരേണ്ടി വരും, എന്റെ മുന്നിൽ വരേണ്ടി വരും. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. അതുകൊണ്ട് അശ്രദ്ധ മാറ്റി വെക്കുക, അശ്രദ്ധ നമ്മളെ മാറ്റിവെക്കുക. നമ്മൾ ഏത് വിഷയത്തിലും ഒരു ജാഗ്രതയാണ്. ആ ജാഗ്രതയോടുകൂടി നമ്മൾ ഇബാദത്ത് എടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളല്ലാതായി തീരും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. മലക്കുകളെക്കാൾ ഈ തേവലക്കരയുടെ ഈ അലവിക്കുഞ്ഞ് മൗലവി നഗറിൽ ഒരുമിച്ചുകൂടി എന്റെ വിശ്വാസികൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മനുഷ്യന്റെ യഥാർത്ഥ വിശേഷണങ്ങൾ ഒത്തൊരുമിച്ച ഒരു നല്ല ശ്രദ്ധയുള്ള വിവേകമുള്ള ഇബാദത്തിന്റെ വിഷയത്തിൽ ജാഗ്രത കാണിക്കുന്ന ഒരാളായി മാറിയാൽ ജിബ്രീൽ നമ്മുടെ ജോലിക്കാരനായി മാറും, മലക്കുകൾ നമ്മുടെ ജോലിക്കാരായി മാറും, നമ്മുടെ ഖാദിമീങ്ങളായി നമ്മുടെ മാലാകമാരെ അള്ളാഹു നമുക്ക് തരും. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. അതുകൊണ്ട് അശ്രദ്ധ മാറ്റിവെക്കുക. അശ്രദ്ധയുള്ളവനെ അള്ളാഹു ഉപമിച്ചിട്ടുള്ളത് നാൽക്കാലികളോടാണ്. അതവിടെ നിൽക്കട്ടെ, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി പറയുന്ന രണ്ട് കൂട്ടരെ ഒന്ന് ശ്രദ്ധിച്ചോളി. നമ്മള് നാൽക്കാലികളെ പോലെ ആകണ്ട, നമ്മളൊന്ന് ശ്രദ്ധിച്ചോളി. അള്ളാഹു നമ്മളെ ശ്രദ്ധിക്കുന്ന ഇബാദത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും അലംഭാവം കാണിക്കാത്ത നല്ല ഒരു യഥാർത്ഥ വിശ്വാസിയായി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇനി രണ്ടാമത്തേത്, അതാ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
രണ്ടാമത് അല്ലാഹു തആല പരിചയപ്പെടുത്തിയ സ്വഭാവ ഗുണം, അത് എന്തിനോട് അല്ലാഹു ഉപമിച്ചു? പടച്ചോ നമ്മളെ നന്നാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ അൽഹംദുലില്ലാ തേവലക്കര, അതുപോലെ തന്നെ ഈ കരുനാഗപ്പള്ളി, നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് ആലിമീങ്ങളും ദർസി പാരമ്പര്യവും ഒക്കെ ഉള്ള നാടാണ്. നമുക്കൊക്കെ ഒരുപാട് എത്ര ആവേശത്തോട് കൂടിയിട്ടാണെങ്കിലും നമുക്കൊരു വിഷയം കൈകാര്യം ചെയ്യാൻ നമ്മുടെ മുന്നിൽ പണ്ഡിത മഹത്തുക്കളുണ്ട് എല്ലാ കാര്യങ്ങളിലും. ഞാൻ കരുനാഗപ്പള്ളിയിൽ 4-5 കൊല്ലം ഞാൻ പഠിച്ചയാളാണ്. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പട്ടാമ്പി ഉസ്താദൊക്കെ അന്ന് ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീന്റെ കരുനാഗപ്പള്ളി, അതുപോലെ തന്നെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉള്ളവരാണ്. മാസത്തില് ഒരു ക്ലാസ് ഉസ്താദിന്റെ ഒരു ഫിഖ് ക്ലാസ് ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാർക്ക് കുറവുണ്ടോ? നമുക്ക് എന്തിനാ കുറവുള്ളത്? കോട്ടക്കര ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ്. റയീസുൽ ഉലമ ശിഹാബുദ്ദീൻ ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ്. തഴവ ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ്. വി.കെ. അബ്ദുള്ള ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ്. ഉമർകുട്ടി ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ്. നമ്മുടെ നാട്ടിൽ നിന്നല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് മഹത്തുക്കൾ മൺമറഞ്ഞു കിടക്കുന്നത്? നമ്മുടെ നാട്ടിലല്ലേ യൂനുസ് ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നത്? നമ്മൾ ആരാണ്? നമുക്ക് ഒന്നിലും നമ്മൾ പിന്നിലോട്ടില്ല. ഏതിലാ നമ്മൾ പിന്നിലോട്ടുള്ളത്? കഴിഞ്ഞ വർഷത്തെ കണക്ക് എനിക്ക് ഓർമ്മയില്ല. അതിന് മുമ്പത്തെ വർഷം തിരുവോണത്തിന് കള്ള വിറ്റതിലും ഒന്നാമത് കരുനാഗപ്പള്ളിയാണ്. കലാഭവമണിയുടെ ചാലക്കുടി പോലും 2ാം സ്ഥാനമേ ഉള്ളൂ. എല്ലാ വിഷയത്തിലും മുമ്പന്തിയിലാണ് നമ്മൾ. നല്ല വിഷയങ്ങളിൽ മുമ്പന്തിയിലായിക്കോളി, ബാക്കി വിഷയങ്ങളിലൊക്കെ പിന്നിലോട്ട് വരും. അള്ളാഹു നമ്മളെ എല്ലാ അർത്ഥത്തിലും അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ, ശ്രദ്ധിക്കുന്നവരിൽ, ഇബാദത്തിൽ ജാഗ്രത കാണിക്കുന്നവരിൽ, അശ്രദ്ധയില്ലാതെ ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രണ്ടാമത്തെ വിഭാഗം കേട്ടോളി. അത് വിശദീകരിക്കേണ്ട വിഷയമാണ്. പക്ഷേ സമയക്കുറവ് ഞാൻ ഭയന്നുകൊണ്ട് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കിൽ നിങ്ങളോട് ഞാൻ പറയാൻ. രണ്ടാമത് അള്ളാഹു പരിചയപ്പെടുത്തിയത് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഅറാഫിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തി. രണ്ടാമത്തെ വിഭാഗം നായ എന്ന് അള്ളാഹു പറഞ്ഞു. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവൻ പട്ടിയാണ്. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് പട്ടി എന്ന് വിളിച്ചാൽ എന്തുമാത്രം ദേഷ്യം അയാൾക്ക് ഉണ്ടാവും, അയാൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും, അയാൾ എന്തുമാത്രം ഇളിബ്യനാകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സമൂഹത്തിൽ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് നായ എന്ന് വിളിച്ചാൽ എന്താ അവസ്ഥ? അള്ള വിളിച്ചു ഒരാളെ, അള്ള വിളിച്ചു. ആ ആളാരാണെന്നും കൂടെ കേൾക്കണം. ആ ആള് സാധാരണക്കാരനല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാന് പരിചയപ്പെടുത്തുകയാണ്. സഹോദരിമാര് ശ്രദ്ധയോടെ കേൾക്കണേ. അള്ളാഹു പറയുകയാണ്, വതുൽ അലൈഹിം നബഅല്ലദീ ആതൈനാഹു ആയാതിനാ ഫൻസലഖ മിൻഹാ ഫതബഅഹു ശൈത്താനു ഫകാന മിനൽ ഗാവീൻ വലൗ ശിനാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർള് واتبع അല്ലാഹു പരിചയപ്പെടുത്തുകയാ. ആരുടെ കഥയാണ് സഹോദരങ്ങളെ? വതുലു അലൈഹിം നബിയോട് പറയുകയാ, അള്ളാന്റെ പ്രവാചകരെ ഓതിക്കൊടുക്കണം. തേവലക്കാരോട് ഓതിക്കൊടുക്കണേ. കൊല്ലം ജില്ലക്കാരോട്, കേരളക്കാരോട്, ഇന്ത്യക്കാരോട്, ഏഷ്യാ ഭൂഖണ്ഡത്തിൽ താമസിക്കുന്നവരോട്, മനുഷ്യരാശിയോട് ഓതിക്കൊടുക്കണം നബിയെ, ഓതിക്കൊടുക്കണം നബിയെ. എന്താണെന്ന് ഓതിക്കൊടുക്കേണ്ടത്? നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത ഒരു പണ്ഡിതന്റെ കഥയാണ് സഹോദരങ്ങളെ പറയുന്നത്. ഒരു പണ്ഡിതന്റെ കഥയാണ് പറയുന്നത്. പണ്ഡിതന്റെ കഥയായതുകൊണ്ട് മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പണ്ഡിതനായാലെന്താ, പാമരനായാലെന്താ, കുബേരനായാലെന്താ, കുചേലനായാലെന്താ, പണക്കാരനായാലെന്താ, പാവപ്പെട്ടവനായാലെന്താ, അള്ളാഹു പരിചയപ്പെടുത്തുന്നു നബിയെ, അങ്ങ് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത ഒരു വലിയ പണ്ഡിതന്റെ കഥയാണ് പറയുന്നത്. കേട്ടോളണേ. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കാൻ തുടങ്ങി. ആ മനുഷ്യനല്ല ഇൽമു കൊടുത്തു, ആ മനുഷ്യനല്ല വിവേകം കൊടുത്തു, ആ മനുഷ്യൻ അല്ലാഹു തആല ആ നാട്ടിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. ബനു ഇസ്രായേലിയാണ്. ബനു ഇസ്രായേലികളിൽപ്പെട്ട ബൽഅം ഇബ്നു ബഊറ എന്ന വലിയ പണ്ഡിതനാണ്. സാധാരണക്കാരനല്ല, സാധാരണ പണ്ഡിതനല്ല. 2 കരങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തി കിട്ടുന്ന ദുആ ചെയ്താൽ
കൈവലിക്കും മുമ്പ് അള്ളാഹു ഉത്തരം കൊടുക്കുന്ന രീതിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്. പരിശുദ്ധമായ മക്ക കഴിഞ്ഞാൽ പരിശുദ്ധമായ മദീനയാ പവറുള്ളത്. ആ മദീന കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനം ബൈത്തുൽ മുഖദ്ദസാണ്, അറിയുമല്ലോ സഹോദരങ്ങളെ. ശൈഖ് മസ്ജിദിലെ കരുനാഗപ്പള്ളിയിൽ നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലി തന്നെയാണ് ഏർവാടി പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ. ആ ഏർവാടി പള്ളിയിൽ നിസ്കരിക്കുന്ന കൂലി തന്നെയാണ് നാഗൂരു പള്ളിയില്. ആ നാഗൂരു പള്ളിയിൽ നിസ്കരിക്കുന്ന കൂലി തന്നെയാണ് ഈ തേവലക്കര മുള്ളിക്കാല ജുമാഅത്ത് പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ കിട്ടുന്നത്. അതേ കൂലി തന്നെയാണ് ബാബരി മസ്ജിദിൽ നിസ്കരിച്ചാൽ കിട്ടുക. ഏത് പള്ളിയിൽ നിസ്കരിച്ചാലും ഒരേ കൂലി തന്നെയാണ്. പക്ഷേ ഒരു റക്അത്തിന് 1,00,000 ഇരട്ടി പ്രതിഫലം കിട്ടുന്നത് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമാണ്. രണ്ടാമത് 50,000 ഇരട്ടി പ്രതിഫലം കിട്ടുന്നത് മസ്ജിദുൻ നബവിയാണ്. മൂന്നാമത് 25,000 ഇരട്ടി പ്രതിഫലം കിട്ടുന്നത് ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോ 25,000 റക്അത്തിന്റെ കൂലി കിട്ടുന്നത് മസ്ജിദുൽ അഖ്സയാണ്. ആ മസ്ജിദുൽ അഖ്സയുടെ സ്ഥിരം സന്ദർശകനാണ് ബൽഅം ഇബ്നു ബഊറ. അല്ലാഹുവിന്റെ ഇസ്മുൽ അഅലം എന്ന സുന്ദരമായ അത്യുന്നതമായ നാമം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത മനുഷ്യനാ. അല്ലാഹു ഇസ്മുൽ അഅലം അങ്ങനെയുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കൂ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യനായ വിവിഐപികൾക്ക് മാത്രം അല്ലാഹു അറിയിച്ചു കൊടുക്കുന്ന പേരാണ് ഇസ്മുൽ അഅലം. ഖുർആനിലൂടെ 99 നാമം നമ്മൾ പഠിച്ചില്ലേ സഹോദരങ്ങളെ? അസ്മാഉൽ ഹുസ്ന. അത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയുമല്ലോ, എനിക്കും നിങ്ങൾക്കും അറിയുമല്ലോ. പക്ഷേ നമ്മുടെ ഇടയിൽ ഇസ്മുൽ അഅലം അറിയുന്നതാരാ? അല്ലാഹുവിന്റെ ഉന്നതമായ നാമം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത പണ്ഡിതനാണ്. തേവലക്കരക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മൾ ഇത്രത്തോളം എത്തിയില്ലല്ലോ. ഇസ്മുൽ അഅലം പഠിപ്പിക്കപ്പെട്ട മനുഷ്യനാ, ബൈത്തുൽ മുഖദ്ദസിന്റെ സ്ഥിരം സന്ദർശകനാ, അല്ലാഹു തആല ദുആ സ്വീകരിക്കുന്ന മനുഷ്യനാ, ബനു ഇസ്രായേലിലെ ഏറ്റവും വലിയ പണ്ഡിതനാ. ആ പണ്ഡിതന്റെ കഥ പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, നബിയേ ഫനസലഖ മിൻഹാ. പഠിച്ചത് പാളയിൽ കെട്ടി നടന്ന മനുഷ്യനാണ്. പഠിച്ചതിന്റെ ഗുണം അവന് കാണിച്ചില്ല. അവൻ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു നബിയേ. ഫതുബഅഹു ശൈത്താനു ഫകാന മിനൽ ഗാവീൻ. അവന് വഴികെട്ടവനായി, നിന്ദ്യനായി, നീചനായി മാറിപ്പോയി നബിയേ. ഒരു നാട് പരിശോധിച്ചു നോക്ക്. ആ നാട്ടിലെ ഏറ്റവും തല്ലിപ്പൊളി ആരാണ്? ആ നാട്ടിലെ ഏറ്റവും റൗഡി ആരാണ്? അത് പാതി പഠിച്ച മുസ്ലിയാരാണ്. ഇത് ഉറക്കെ പറയുന്നതിൽ യാതൊരു പേടിയും ഭയവും അറപ്പും വെറുപ്പുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ടാണ് പഠിക്കുന്നവരെ തീർത്തു പഠിക്കണം. ഇല്ലെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും നെറികെട്ടവന് നാട്ടിലെ പാതി പഠിച്ചവനാണ്. പാതി പഠിച്ചവനാ പ്രശ്നമുണ്ടാക്കുന്നത്. ഏതൊരു നാട് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാ. വളരെ വിരളമായി നല്ലതുപോലെ ജീവിക്കുന്നവരുമുണ്ട്. അവരെ അഭിനന്ദിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ. ഇവിടെ അല്ലാഹു പരിചയപ്പെടുത്തിയത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് തനിക്ക് അല്ലാഹു നൽകിയ ഹിദായത്താകുന്ന ഇൽമാകുന്ന നൂറ് പാതി വഴിയിൽ കളഞ്ഞ് കൈ കഴുകിയ മനുഷ്യന്റെ കഥ പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, വലൗ ശീനാ ലറഫഅനാഹു ബിഹാ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യനെ നാം അത്യുന്നതയിൽ കൊണ്ടുവരുമായിരുന്നു. ആ മനുഷ്യനെ നാം ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ കൊണ്ടുവരുമായിരുന്നു. വലാകിന്നഹു അഖ്ലദ ഇലൽ അർളി. ഭൂമി ശാശ്വതമാണെന്ന് നാം മനുഷ്യനെ മനസ്സിലാക്കി. ഈ ലോകത്തെ ജീവിതം ശാശ്വതമാണെന്ന് അവനെ മനസ്സിലാക്കിയപ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വതബഅ ഹവാ. ആ പണ്ഡിതന് പണത്തിന്റെ പിന്നാലെ പരക്കം പായാൻ തുടങ്ങി. പണ്ഡിതന് പണത്തിന്റെ പിന്നാലെ പരക്കം പായാൻ തുടങ്ങി. സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണേ. അല്ലാഹു പരിചയപ്പെടുത്തി മനുഷ്യന്റെ ചരിത്രം എന്തെന്നറിയോ? കനാൻ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ മൂസാ നബി വരികയാ. എന്തിനാ മൂസാ നബി വരുന്നതെന്നറിയോ? അധർമ്മത്തിന്റെ വക്താക്കൾക്ക് ധർമ്മം പഠിപ്പിച്ചു കൊടുക്കാൻ, അസത്യത്തിന്റെ വക്താക്കൾക്ക് സത്യം പഠിപ്പിച്ചു കൊടുക്കാൻ, അനീതിയുടെ വക്താക്കൾക്ക് നീതിയുടെ പടപ്പാട്ട് പാടി കൊടുക്കാൻ മൂസാ നബിയും പരിവാരങ്ങളായ വിശ്വാസികൾ കൂടെ പ്രൊട്ടക്ഷന്റെ മാലാകമാരെ കടന്നു വന്ന് കനാനിലെത്തുമ്പോ അവിടെയുള്ള ആളുകൾ ഓടി വന്നിട്ട് ആ കനാൻ നിവാസികൾ വന്ന് പറഞ്ഞു, അല്ലയോ ബൽഅമേ, മൂസായും പരിവാരങ്ങളും വന്നിരിക്കുകയാണ്. അവരോട് കായികമായി നേരിടാൻ ഞങ്ങൾക്ക് കഴിയൂല. ഞങ്ങൾക്ക് ആയുധമില്ല, ഞങ്ങൾക്ക് ആൽബലമില്ല, ഞങ്ങൾക്ക് കായിക ശേഷിയില്ല, ഞങ്ങൾക്ക് അതിനുള്ള ആരോഗ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ അവരോട് നേരിടാൻ തയ്യാറല്ല. അവര് വരുന്നത് ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന്
പുറത്താക്കാനാണ്. അതുകൊണ്ട് ബൽഅമേ ഒരു ഉപകാരം ചെയ്യോ. മൂസാ നബി അള്ളാന്റെ ദൂതനല്ലേ, കൂടെയുള്ളത് അള്ളാഹയെ കൊണ്ട് വിശ്വസിച്ചവരല്ലേ, അതുപോലെ കൂടെയുള്ളത് മാലാകമാരല്ലേ. ബൽഅമേ ഞങ്ങളുടെ ജീവൻ നിന്റെ കയ്യിലാണ്, ഞങ്ങളുടെ സുരക്ഷ നിന്റെ കയ്യിലാണ്. നീ ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യനല്ലേ, ഒന്ന് ദുആ ചെയ്യുമോ, ഒന്ന് ദുആ ചെയ്യുമോ, ഒന്ന് ദുആ ചെയ്യുമോ? ബൽഅമേ ചോദിച്ചു, എങ്ങനെയാ ദുആരക്കേണ്ടത്? മൂസായും പരിവാരങ്ങളും വന്നതുപോലെ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ദുആരക്കുമോ? ആ സമയത്ത് ബൽഅം എന്ന് പറയുന്ന പണ്ഡിതന്റെ മറുപടി എന്തെന്നറിയോ? ഇസ്മുൽ അഅ്ലം അറിയുന്ന പണ്ഡിതന്റെ മറുപടി എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, മൂസാ നബിക്കും പരിവാരങ്ങൾക്കും എതിരെ ഞാൻ ദുആ ചെയ്യാനോ? ഇല്ല, എന്നെ കൊണ്ട് കഴിയില്ല. കൂടെയുള്ളത് വിശ്വാസികളാണ്, അള്ളാന്റെ മലക്കുകൾ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ എന്ത് ചെയ്തെന്നറിയോ? അന്ന് പാതിരാത്രി ബൽഅം കിടന്നുറങ്ങുകയാണ്. ബൽഅം കിടന്നുറങ്ങുമ്പോ ഏത് കാര്യവും അല്ലാഹു സ്വപ്നത്തിലൂടെ ദർശനം കൊടുക്കുമായിരുന്നു. അന്ന് രാത്രി ബൽഅമിന് സ്വപ്നം കാണിക്കുകയാണ്. ആരാണ് സ്വപ്നം കാണിച്ചതെന്നറിയോ? പടച്ച റബ്ബ് സ്വപ്നത്തിലൂടെ പറഞ്ഞു, നീ ദുആ ചെയ്യല്ലേ, അവർക്കെതിരെ ദുആ ചെയ്യല്ലേ ബൽഅമേ എന്ന് പറഞ്ഞപ്പോൾ രാവിലെ നേരം വെളുത്ത് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇല്ല, എന്റെ പടച്ചവൻ എന്നോട് സ്വപ്ന ദർശനത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ് ദുആ ചെയ്യരുതെന്ന്. ഏത് തഫ്സീർ പരിശോധിച്ചാലും ഈ സംഭവം കാണാ. ആ സമയത്ത് ആളുകൾ എന്ത് ചെയ്തെന്നറിയോ? കുറെ സമ്മാനങ്ങൾ കൊണ്ട് കൊടുത്തു. കുറെ സമ്മാനങ്ങൾ ആ പണ്ഡിതന്റെ മുമ്പിൽ കൊണ്ട് കൊടുത്തപ്പോൾ അല്ലാഹ്, പണം കണ്ട് മയങ്ങിപ്പോയ പണ്ഡിതൻ എന്ത് ചെയ്തെന്നറിയോ? പണം കണ്ട് മഞ്ഞളിച്ചു പോയ കണ്ണിന്റെ ഉടമയായ ആ പണ്ഡിതൻ എന്ത് ചെയ്തെന്നറിയോ? അന്ന് ആളുകളോട് പറഞ്ഞു, ഇത്രയും എനിക്കുള്ള സമ്മാനമാണോ? ഇത്രയും എനിക്കുള്ള സമ്മാനമാണോ? ഒരു പുരുഷായുസ്, ഒരു തലമുറ ജീവിക്കാൻ കഴിയുന്ന ഭൗതിക സുഖാഡംബരങ്ങൾ മുഴുവനും കൊണ്ട് കൊടുത്തപ്പോ ആ മനുഷ്യനെന്ന് പാതിരാത്രി കിടന്നുറങ്ങിയിട്ട് അള്ളാഹുവിനോട് സ്വപ്ന ദർശനത്തിലൂടെ റബ്ബിനോട് ചോദിക്കുന്നു, പടച്ചവനെ, ഞാനെതിരെ ദുആ ചെയ്യണോ? എനിക്ക് ജീവിക്കാനുള്ള സ്വത്തുവകകളൊക്കെ ആളുകൾ തന്നിരിക്കുകയാണ്. അള്ളാഹു മറുപടിയൊന്നും പറഞ്ഞില്ല, ഒരു സന്ദേശമല്ല കൊടുത്തില്ല, ഒരു അറിയിപ്പുമല്ല കൊടുത്തില്ല. നേരം വെളുത്ത് ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇന്നലെ പാതിരാത്രി പടച്ചവൻ എന്നോട് മിണ്ടിയില്ല. ആളുകൾക്ക് നല്ല ഒരു വഴിയായല്ലോ. ആളുകൾ പറഞ്ഞു, ബൽഅമേ, അല്ല മിണ്ടാത്തത് പടച്ചവൻ അങ്ങ് കണ്ണടയ്ക്കുന്നതാണ്. അതുകൊണ്ട് ഈ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് നീ അവർക്കെതിരെ ഒന്ന് ദുആ ചെയ്യണേ ബൽഅമേ. അങ്ങനെ ദുആ ചെയ്യാ തീരുമാനിച്ചു. അല്ലാഹു ആദരിച്ച മനുഷ്യനല്ലേ, പടച്ചവൻ ആദരിച്ച മനുഷ്യനല്ലേ. പക്ഷെ ആദർശത്തെക്കാൾ ആമാശയത്തിന് വില കൽപ്പിച്ചപ്പോ ആ മനുഷ്യന് നേരെ കുതിരപ്പുറത്ത് കയറുകയാ. എന്നിട്ട് ഹസാൻ മലയിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കുതിരപ്പുറത്ത് കയറുന്ന സമയത്ത് ആ കുതിര ചലിക്കുന്നില്ല. ആ കുതിര എത്ര അടിച്ചിട്ടും അടിച്ചോടിച്ചിട്ടും ആ കുതിര ഓടുന്നില്ല. അവസാന കുതിര മുട്ടുകുട്ടി കിടക്കുകയാണ്. ദേഷ്യം വന്ന ബൽഅം കുതിരപ്പുറത്ത് നിന്ന് നിലത്തിറങ്ങിയിട്ട് ആ കുതിരയെ മർദ്ദിക്കാൻ തുടങ്ങി. ആ സമയത്ത് അല്ലാഹു കുതിരയ്ക്ക് സംസാരിക ശേഷി കൊടുക്കുകയാണ്. ആ സമയത്താണ് കുതിര ബൽഅമിനോട് പറയുന്നു, വൈഹക്ക് 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 ബൽഅമേ, നിനക്ക് നാശമാണ് ബൽഅമേ, നിനക്ക് നാശമാണ്. ഐന തദ്ഹബു ഇലാ നബിയില്ലാഹി വൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കും ഒരു പ്രവാചകനും എതിരെയാണോ നീ തിരിയുന്നത്? അമാ തറൽ മലായികത അമാമി, എന്റെ മുന്നിലും മാലാഖമാര് നിലനിൽക്കുകയാണ്. നിന്നെ പോകാൻ അനുവദിക്കാതെ, എനിക്ക് അല്പം പോലും ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ കഴിയാതെ മാലാഖമാര് അവിടെ സഫ് നെത്തി നിൽക്കുകയാണ്. ആ സമയത്ത് ബൽഅമിന്റെ മനസ്സ് മുഴുവനും ദുനിയാവായി പോയി. ആ ദുനിയാവിൽ വിജയമുണ്ടാകുമെന്ന് കരുതിപ്പോയി, ദുനിയാവ് ശാശ്വതമാണെന്ന് കരുതിപ്പോയി. സഹോദരങ്ങളെ, കുതിരയെ ആട്ടി ഓടിക്കുമ്പോൾ കുതിര ഓടാൻ തുടങ്ങി. അല്ലാഹു എന്ത് ചെയ്തെന്നറിയോ? ആ കുതിരയ്ക്ക് നടക്കാനുള്ള കഴിവ് കൊടുത്തു. യജമാനനായ ബൽഅമിനെയും വെച്ചുകൊണ്ട് ഹസാൻ മലയിലേക്ക് പാഞ്ഞു കയറുകയാ. അവിടെ ചെന്ന് ദുആ ചെയ്യുന്നു, റബ്ബേ, മൂസാ നബിക്കും പരിവാരത്തിനുമെതിരെ ദുആ ചെയ്യുമ്പോ മൂസാ നബിക്കെതിരെ ചെയ്യുന്ന ദുആ തന്റെ സമുദായത്തിന് പ്രതികൂലമാകാൻ തുടങ്ങി. മൂസാ നബിക്ക് അനുകൂലമാ
അനുകൂലമാകാൻ തുടങ്ങി. മൂസാ നബിക്കും പരിവാരത്തിനും എതിരെ ചെയ്യുന്ന ദുആ തന്റെ സമൂഹത്തിന് വരാൻ തുടങ്ങി. തന്റെ സമുദായത്തിന് അനുകൂലമായി ചെയ്യുന്ന പ്രാർത്ഥനകൾ മൂസ നബിക്കും പരിവാരത്തിനും അനുകൂലമാകാൻ തുടങ്ങി. ആ ദുആയ പടച്ച തമ്പുരാനെ കീഴ്മേൽ മറിച്ചു കൊടുക്കുകയാ. ആ സമയത്ത് ആളുകൾ വന്നിട്ട് ചോദിച്ചു, ബൽഅമേ നീ എന്താടാ ചെയ്യുന്നത്? നീ ഞങ്ങൾക്കെതിരെയാണോ ദുആ ചെയ്യുന്നത്? അവർക്ക് അനുകൂലമായിട്ടാണോ ദുആ ചെയ്യുന്നത്? ആ സമയത്ത് ഒന്നുകൂടി ദുആ ചെയ്യാൻ വേണ്ടി ബൽഅം ശ്രമിക്കുമ്പോൾ അല്ലാഹുവേ ബൽഅമിന്റെ നാവ് ഇങ്ങനെ പുറത്തേക്ക് നീണ്ടു വരികയാ. ബൽഅമിന്റെ നാവ് പുറത്തേക്ക് നീണ്ടു വരികയാ. ശ്രദ്ധയോടെ കേൾക്കണേ ചെറുപ്പക്കാരാ, 5 നേരം ഇബാദത്ത് എടുക്കുന്ന ചെറുപ്പക്കാരാ, നിങ്ങളൊക്കെ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ നമ്മളെല്ലാം തികഞ്ഞവരാണെന്ന ചിന്ത കടന്നു വന്നു പോയാൽ ഇത് കേവലം ഒരു പള്ളിയിലെ മുഅല്ലിമിന്റെ കഥയല്ലോ, ഒരു വലിയ പണ്ഡിതന്റെ കഥയാ പറയുന്നത്. ആ മനുഷ്യന്റെ നാവ് ഇങ്ങനെ പുറത്തേക്ക് നീണ്ടു വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പണക്കാരന്റെ പണക്കീസയിലെ കാശ് കണ്ടിട്ട് പണ്ഡിതന്മാര് അവര് ഒന്നും സത്യത്തിന് അനുകൂലമായിട്ടല്ലാതെ അസത്യത്തിന് അനുകൂലമായ ഒരു അക്ഷരം മിണ്ടാത്തത് അതിന്റെ പേരിലാണ്. ഒരു ഇമാമും പണക്കാരന്റെ പണക്കീസയിലെ കാശ് കണ്ടിട്ട് സത്യത്തെ മൂടി വെക്കാത്തത് കൊണ്ടാണ്. അല്ലാഹു ദുനിയാവില് പാഠം പഠിപ്പിച്ചു ഒരു പണ്ഡിതനെ. അതുകൊണ്ട് ഒരു പണ്ഡിതനെ ഒരിക്കലും സത്യം മൂടി വെക്കാൻ കഴിയില്ല. അത് എത്ര വലിയ ആളിന്റെ മുമ്പിലാണെങ്കിലും, അത് എത്ര വലിയ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിൽ പോലും സത്യമേതാണോ അതിനോടൊപ്പം നിൽക്കാൻ ഒരു പണ്ഡിത ധർമ്മമാണ്. ആമാശയത്തിന് ആദർശത്തെക്കാൾ വില കൽപ്പിക്കാൻ പണ്ഡിതന് കഴിയൂല. ആമാശയത്തെക്കാൾ ആദർശത്തിനാണ് വില കൽപ്പിക്കേണ്ടത്. സഹോദരങ്ങളെ, നാവ് പുറത്തേക്ക് നീളാൻ തുടങ്ങി. അങ്ങനെ നാവ് നീണ്ട് നീണ്ട് താഴേക്ക് വന്നപ്പോ ബൽഅം പറഞ്ഞതെന്തെന്നറിയോ? ദഹബതു മിന്നി ദുനിയാ വൽ ആഖിറ. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ആഖിറവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹസ്സാൻ മലയുടെ മുകളിൽ നിന്ന് മനുഷ്യൻ താഴേക്ക് വരുമ്പോ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് എന്താണ്? മസലുഹു കമസലിൽ കൽബി. അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് വായിക്കാൻ കഴിവുള്ള, ഇസ്മുൽ ആലം പഠിപ്പിക്കപ്പെട്ട, ദുആ കിതാബത്തുള്ള ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാരിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു പണ്ഡിതനെ പറ്റി അല്ലാഹു പറഞ്ഞ വാക്കെന്തെന്നറിയോ? മസലുഹു കമസലിൽ കൽബ്. കള്ളുകുടിയനെ പറ്റി ഈ വാക്കല്ല പറഞ്ഞിട്ടില്ല. പെണ്ണുപിടിയനെ പറ്റി അല്ല ഈ വാക്ക് പറഞ്ഞിട്ടില്ല. പലിശക്കാരനെ പറ്റി അല്ല ഈ വാക്ക് പറഞ്ഞിട്ടില്ല. ഒരു പണ്ഡിതന്റെ അടപ്പതനപ്പിന്റെ ഏറ്റവും വലിയ തെളിവ് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ തെളിയിച്ചുകൊണ്ട് പറഞ്ഞത് മസലുഹു കമസലിൽ കൽബ്. അവനും നായയെ പോലെയാണ്, അവനും പട്ടിയെ പോലെയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇൻ തഹ്മിൽ അലൈഹി യൽഹസ്. കല്ലെടുത്തെറിഞ്ഞാലും നാക്ക് പുറത്ത് തന്നെ. ഔ തത്റുഖുഹു യൽഹസ്. ആ പട്ടിയെ കല്ലെടുത്തെറിയാതിരുന്നാലും നാക്ക് പുറത്ത് തന്നെ. കല്ലെടുത്തെറിഞ്ഞാലും കല്ലെറിഞ്ഞില്ലെങ്കിലും പട്ടിയുടെ നാക്ക് പുറത്താ. ഈ പട്ടിയുടെ നാക്കും പുറത്താ. അല്ലാഹു ഒരു പണ്ഡിതനെ പരിചയപ്പെടുത്തിയത് നായയോടാണെങ്കിൽ ആ ബൽഅം ചെയ്തു പോയ തെറ്റെന്തെന്നറിയോ? ഐഹിക ആസക്തിയാണ് എന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. ഇനി ആരുടെ കഥയാ പറയേണ്ടത്? ഇനി ആരുടെ കഥ പറയണം? ദുനിയാവിന്റെ പിറകെ പരക്കം പായുന്നവൻ പട്ടിയാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അദ്ദുനിയാ കുല്ലുഹാ ജീഫ വഖാലിബുഹാ കിലാബുൻ നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവ് ശവമാണ് സഹോദരങ്ങളെ. ശവത്തിന്റെ പിന്നാലെ പോകുന്നത് പട്ടികളാണ്. ഒസാലി ഇമാമിന്റെ കിതാബുകൾ പരിശോധിച്ചു നോക്കിയാൽ, അതുപോലെ തന്നെ മഹാരഥന്മാരുടെ തസവ്വുഫിന്റെ കിതാബുകൾ പരിശോധിച്ചു നോക്കിയാൽ, പണത്തിന്റെ പിന്നാലെ ബുദ്ധനായ ഒരു ഗുരു. ബുദ്ധന്മാരെ നല്ലോമാരും ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം പോക്കാം. ബുദ്ധന്മാരിലെ അഹിംസയുടെ വക്താക്കളല്ലായിരുന്നു. അഹിംസയെ ആദർശമാക്കിയ ഏറ്റവും നല്ല ഒരു സമൂഹമായിരുന്നു ബുദ്ധമത വിശ്വാസികൾ. അവരാണ് ഇന്ന് റോഹിംഗ്യൻ ജനതയെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധനായ ഒരു ഗുരുവിനോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു, ഒരാൾക്ക് ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട്? എത്ര സമ്പത്ത് വേണമെന്ന് ചോദിച്ചു. ഉറങ്ങരുതേ, നമുക്കിനി ആകെ 1 മണിക്കൂറേ ഉള്ളൂ. ഒരാൾക്ക് ജീവിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു ബുദ്ധനായ ഗുരുവിനോട്. ആ ഗുരു എന്ത് ചെയ്യുന്നറിയോ? മറുപടി ഒന്നും പറഞ്ഞില്ല.
രസകരമായൊരു സംഭവമാണ്, കേട്ടോളി. നമ്മൾ ദുനിയാവിന്റെ പുറകെ പരക്കം പായണ്ടെന്നായി പറയുന്നത്. ദുനിയാവ് നമ്മുടെ പുറകെ വരട്ടെ. സ്വർണം മുഴുവനും സമ്പത്ത് മുഴുവനും അലമാരയിൽ പൂട്ടിയിട്ട് ഉറങ്ങാതിരിക്കാൻ പണത്തിന് യവൻ കാവല് കിടക്കുന്നു, അല്ലേ? നമ്മള് പണത്തിന് കാവല് കിടക്കുന്നു. അപ്പൊ നമ്മൾ ആരാൻ കാവല് കിടക്കുന്നത്? ആരാണ്? നായകളാ. കാവല് കിടക്കുന്ന നായയാണ്. നമ്മളെ പണം പ്രൊട്ടക്ട് ചെയ്യണം, സമ്പത്ത് നമ്മളെ സംരക്ഷിക്കണം. നമ്മൾ നേരെ തിരിച്ചാണ്. ബുദ്ധനായ ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, ഒരാൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എന്തൊക്കെ വേണം, എത്ര സമ്പത്ത് വേണമെന്ന് ചോദിച്ചു. അയാൾ ഒന്നും മിണ്ടിയില്ല. കുറെ നേരം കഴിഞ്ഞൊരു സഞ്ചിയിൽ നിന്നൊരു കോഴിമുട്ട എടുത്ത് കൈ കൊടുത്തു. ഒരു കോഴിമുട്ട കയ്യിൽ കൊടുത്തു. അയാൾ വലത് കൈ കൊണ്ട് കോഴിമുട്ട വാങ്ങി. രണ്ടാമത് സഞ്ചിയിൽ നിന്ന് ഒരു കോഴിമുട്ട കൂടി എടുത്ത് കയ്യിൽ കൊടുത്തു. ഇടത്തെ കൈ കൊണ്ട് അയാൾ കോഴിമുട്ട വാങ്ങി. മൂന്നാമത് ഒന്നുകൂടെ കൊടുത്തു. അയാള് ആ രണ്ട് മുട്ടയും ചേർത്ത് പിടിച്ചിട്ട് മൂന്നാമത്തെ മുട്ട നടുവിൽ വാങ്ങിവെച്ചു, കൈയുടെ നടുക്ക് വാങ്ങിവെച്ചു. നാലാമത് ഒന്നുകൂടെ കൊടുത്തു. അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങി, കാരണം മുട്ട നിലത്ത് വീണാൽ പൊട്ടിപ്പോകും. അഞ്ചാമത് ഒന്നുകൂടെ കൊടുത്തു. അയാൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ തുടങ്ങി. ആറാമത് ഒന്നുകൂടെ കൊടുത്തു. ആ സമയത്ത് അയാളുടെ കയ്യിൽ ഇരിക്കുന്നില്ല. അയാൾ അതെല്ലാം കൂടി നെഞ്ചിലോട്ട് ചേർത്ത് വെച്ചിട്ട് നെഞ്ച് കാണിച്ചു കൊടുത്തു. മുട്ട ഇതിലോട്ട് വെച്ചോളാൻ പറഞ്ഞു. ഏഴാമത് വെച്ചപ്പോഴും അല്പം കൂടി ഭദ്രമായി വെച്ചിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് മുട്ട ഏറ്റുവാങ്ങി. ഒമ്പതാമത് വെച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇനി മതി എന്ന് പറഞ്ഞു. ഗുരു തന്റെ ശിഷ്യനോട് പറഞ്ഞു, കണ്ടോ, നിനക്ക് ഒരു മുട്ട തന്നപ്പോൾ നിന്റെ കയ്യിൽ അത് ഒതുങ്ങി. രണ്ട് മുട്ട തന്നപ്പോൾ നിന്റെ രണ്ട് കൈയിലും ഒതുങ്ങി നിന്നു. മൂന്നാമതൊന്നുകൂടി തന്നപ്പോൾ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്താണെങ്കിലും അതിനെ കൂടെ സംരക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞു. നാലാമത്തത് മുതൽ നിനക്ക് താങ്ങാൻ പറ്റിയില്ല. ഒമ്പതാമത്തത് എത്തിയപ്പോൾ നിനക്ക് തീരെ താങ്ങാൻ പറ്റിയില്ല. നിന്നെ കൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ സമ്പത്ത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ, ആ പണക്കാരൻ 3 നേരമല്ലേ കഴിക്കൂ? അല്ലേ അല്ലേ അമീനെ? നമ്മൾ 3 നേരെ കഴിക്കൂ. അവര് ഉറങ്ങും, നമ്മളും ഉറങ്ങും. സുഖോരു പോലെയല്ലേ? അവരെക്കാളും നല്ലതുപോലെ നമ്മൾ ഉറങ്ങും. കാരണം എന്താ? നമുക്ക് ഉറക്കം വരുമ്പോഴത്തെ. ഇവിടെ ഇപ്പൊ വയൽ കേൾക്കാൻ വേണ്ടി വന്നൊരു പണക്കാരൻ, ഒരു ഉദാഹരണം, എനിക്ക് ഇവിടെ നാട്ടുകാരൊന്നും അറിയില്ല. ഒരു സഹോദരി അലമാരയിൽ നിറച്ച സ്വർണ്ണം ഇരിക്കാൻ, സക്കാത്തും കൊടുക്കൂല, പാവങ്ങൾക്കും കൊടുക്കൂല, എങ്ങനെ വെച്ചിരിക്കുക. എന്നും രാവിലെ എടുത്ത് നോക്കും, അങ്ങ് വെക്കും. അങ്ങനത്തെ ഒരു താത്ത ഇവിടെ വന്നിരിക്കുക. എത്ര വയലോ പറഞ്ഞാലും അവരുടെ മനസ്സിൽ എന്തായിരിക്കും? പടച്ചോനെ, അലമാര നല്ലതുപോലെ പൂട്ടിയായിരുന്നു, താക്കോല് തലേനടി തന്നെയാണോ വെച്ചത്, ഗേറ്റ് നല്ലപോലെ പൂട്ടിയോ, പടച്ചോനെ എന്തെങ്കിലും ആവുമോ, ആകെ ഒരു പേടിയാണ്. ഇതൊന്നും ഇല്ലാത്ത ഈ നാട്ടിലെ ഒരു സഹോദരി വഴല് കേൾക്കാൻ വന്നു. പടച്ചോനെ, ആരെങ്കിലും എന്റെ വീട്ടിൽ നിന്ന് കള്ളം കയറിയിരുന്നെങ്കിൽ 10 രൂപയോടെ വെച്ചിട്ട് പോയാന്. കാരണം ഒന്നുമില്ല, ഒരു ടെൻഷനും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഐഹികാസക്തി ആരെ പിടികൂടുമോ അവനെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് മസലുഹു കമസലിൽ കൽബ്, അവന് പട്ടിയെ പോലെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല, അവന് നായയെ പോലെയാണ്. അതുകൊണ്ടല്ലേ ദാർശനികനായ ഡയോജനീസ് അലക്സാണ്ടർ ചക്രവർത്തിയോട് ചോദിച്ചു, അലക്സാണ്ടർ, നിങ്ങൾക്ക് എന്താ ലക്ഷ്യം? എനിക്ക് ഏദൻ പിടിച്ചടക്കണം, അത് കഴിഞ്ഞിട്ടോ എനിക്ക് ഈജിപ്റ്റ് പിടിച്ചടക്കണം, അത് കഴിഞ്ഞിട്ടോ പേർഷ്യൻ പിടിച്ചടക്കണം, അത് കഴിഞ്ഞിട്ടോ എനിക്ക് ഗൾഫ് രാജ്യങ്ങൾ പിടിച്ചടക്കണം, അത് കഴിഞ്ഞിട്ടോ ഓരോരോ രാജ്യങ്ങൾ എനിക്ക് പിടിച്ചടക്കണം, എല്ലാം കഴിഞ്ഞിട്ടോ എനിക്കൊന്ന് വിശ്രമിക്കണം, എനിക്ക് ഒന്ന് വിശ്രമിക്കണം. ഡയോജനീസ് ചോദിച്ചു, അലക്സാണ്ടർ ജി, നിങ്ങൾക്ക് വിശ്രമിക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ കാണുന്നതൊക്കെ വെട്ടിപ്പിടിക്കുന്നതും നിങ്ങൾ കൊല്ലുന്നതും നിങ്ങൾ കലാപങ്ങൾ അഴിച്ചുവിടുന്നതും? എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ നശിപ്പിക്കുന്നത്? നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് വിശ്രമിക്കലല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ഈ ഉണ്ടാക്കുന്ന എന്തിനാണ്? ഒന്ന് പറയും, നമ്മളൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാണ്? ഞാൻ പലവട്ടം ഈ ഭാഗത്ത് പറഞ്ഞോന്ന് എനിക്കറിയില്ല. രാജാവിന്റെ മുമ്പിൽ വന്ന് പരാതിപ്പെട്ടു, രാജാവ് ഒന്നുമില്ല. രാജാവ് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? എന്തെങ്കിലും തരണം. ശരി, നിനക്ക് ഞാൻ കുറച്ച് വസ്തു തന്നേക്കാം. സന്തോഷമായി. നമ്മൾ അങ്ങനെയല്ലേ സഹോദരിമാരൊക്കെ? രാത്രി മൊത്തം വാക്ക് ചെയ്തിടുക, പടച്ചോനെ എനിക്ക് സമ്പത്ത് തരണേ. നേരം വെളുത്ത് പഞ്ചായത്തിലോടും, എന്നിട്ട് പറയും എനിക്ക് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാക്കി തരണേ, BPL ആക്കി തരണേ. രാത്രി ദുആ APL ആക്കാൻ, രാവിലെ പഞ്ചായത്തിൽ പോയിട്ട് BPL ആക്കാൻ.
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, രാജാവിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞു പറഞ്ഞ മനുഷ്യനോട് രാജാവ് പറഞ്ഞു, ശരി, നിനക്ക് കുറച്ച് പുരയിടം തന്നേക്കാം, വസ്തു തന്നേക്കാം. എത്രയാണ്? അങ്ങയുടെ ഇഷ്ടം പോലെ, നീ നടക്ക്, എവിടെ നടന്നു നിൽക്കുമോ അവിടം വരെ നിനക്ക് ഞാൻ തന്നേക്കാമെന്ന് രാജാവ് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ നടക്കാൻ തുടങ്ങി. നടന്ന് ഓടി, എല്ലാ പ്രദേശങ്ങളിലും ഓടി. ആ മനുഷ്യന് ആസക്തി കൂടി, ആ മനുഷ്യന് അത്യാഗ്രഹം കൂടി, ആ മനുഷ്യന് ആവേശം കൂടി. ആ മനുഷ്യൻ ഓടി ഓടി ഓടി, പട്ടാളക്കാര് പിന്നാലെ ഓടി. അവൻ നിൽക്കുന്ന സ്ഥലം വരെ എഴുതി കൊടുക്കാൻ രാജകൽപ്പനയാണ്. അങ്ങനെ തെങ്ങുംതോപ്പിലും റബ്ബർ തോട്ടത്തിലും വാഴത്തോട്ടത്തിലൊക്കെ ഇറങ്ങി കയറി. അയാൾ ഓടി നിർത്തുന്നില്ല. അവസാനം വന്ന് കൊട്ടാരത്തിന്റെ മറുഭാഗത്ത് വന്നു നിന്നു. അയാൾ മറിഞ്ഞു വീണു. വായിലൂടെ നുരയും പതയും വന്നു. അവിടെ കിടന്ന് ചത്തു. രാജാവ് ഇറങ്ങി വന്നിട്ട് ബന്ധുക്കളോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം? ബന്ധുക്കൾ പറഞ്ഞു, ഇയാളെ കുഴിച്ചിടാൻ കുറച്ച് മണ്ണ് കൊടുക്കുക, അത്രേ മതി, അത്ര മതി. ഇയാൾ ഇത്രയും ഓടി ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടി? 6 അടി മണ്ണ്. നമുക്കെന്താ? അതുകൊണ്ടാണ് ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്, ജീവിച്ചിരുന്നാൽ എനിക്ക് ഭക്ഷണം കിട്ടും, മരിച്ചാ മണ്ണും കിട്ടും, എനിക്ക് പേടിയില്ല. എന്തിനാണ് സഹോദരങ്ങളെ നമ്മൾ ആരെയാ പേടിക്കുന്നത്? പണക്കാരന്റെ പണം കാക്കുന്ന മരം കാണുമ്പോ, പണക്കാരന്റെ കീശയിലെ കാശ് കാണുമ്പോ നമ്മൾ എന്തിനാണ് മയങ്ങി പോകുന്നത്? സഹോദരങ്ങളെ, വേണ്ട സഹോദരങ്ങളെ, നമുക്കൊരു കാര്യം തീരുമാനിക്കാം. ഐഹികാസക്തി നമുക്ക് വേണ്ട, ദുനിയാവിനോടുള്ള മോഹം നമുക്ക് വേണ്ട. ദുനിയാവെന്ന കള്ളിപ്പെണ്ണ് നമ്മുടെ പിന്നാലെ വരട്ടെ. ദുനിയാവ് പെണ്ണാണ്, ചതിക്കുന്നവളാണ്. അവള് കള്ളിപ്പെണ്ണാ, ചതിക്കുന്ന പെണ്ണാ. ആ ചതിക്കുന്ന ദുനിയാവെന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, അത് നമ്മുടെ പിന്നാലെ വരട്ടെ. നമുക്ക് അങ്ങോട്ട് പോണ്ട. ദുനിയാ കല്ലുമിനൽ ഖലീലി വാസിഖുഹാ അദല്ലു മിനൽ ഖലീലി. ദുനിയാവെന്ന് പറഞ്ഞ നിസാരതയാണ്. അതിനെ ഇഷ്ടപ്പെടുന്നവനോ കാമിക്കുന്നവനോ പ്രണയിക്കുന്നവനോ അധമന്മാരിൽ ഏറ്റവും അധമനാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, ജീവിച്ചിരുന്ന നമുക്ക് ഭക്ഷണം ഉറപ്പാണ്, മരിച്ചാലോ 6 അടി മണ്ണ് നമുക്ക് ഉറപ്പാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതുകൊണ്ട് എന്റെ ജീവിതം സ്വാതന്ത്ര്യമാണ്, എന്റെ ജീവിതം സന്തോഷകരമാണ്, മനസ്സ് സ്വാതന്ത്ര്യമുള്ളതാ. സഹോദരങ്ങളെ, നമുക്ക് വേണ്ട ദുനിയാവിന്റെ ആസക്തി, നമുക്ക് വേണ്ട ദുനിയാവിനോടുള്ള ഇഷ്ടം, നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ ദുനിയാവിന്റെ ആസക്തിയോട് കൂടിയാനും നിങ്ങൾ പെരുമാറുമ്പോ, ആ ആസക്തിയോടെ ആദർശത്തെ പണയം വെക്കുന്നവനെ പറ്റി അല്ലാഹു പറഞ്ഞതെന്താണ്? അവനും നായയെ പോലെയാണ്, പട്ടിയെ പോലെയാണ്. പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ദുനിയാവിനോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തൽക്കാലം ഒന്ന് വിട പറയാം. എന്ന് പറഞ്ഞാൽ വീടൊക്കെ ഇടിച്ച് പൊളിച്ച് കളയണമെന്നല്ല, വണ്ടിയൊക്കെ വിൽക്കണമെന്നല്ല. വീടും വാഹനവും ഒക്കെ മനുഷ്യന് അത്യാവശ്യമാണ്. ഒരു മനുഷ്യന്റെ ഈ ലോകത്തെ ജീവിതത്തിന്റെ ഭാസുരമായ ഒരു ജീവിതത്തിന്റെ അടയാളം പറഞ്ഞത് നല്ലൊരു വാഹനം, നല്ലൊരു വീട്, നല്ലൊരു ഭാര്യ. ഇത് മൂന്നും കിട്ടിയാൽ രക്ഷപ്പെട്ടു. നല്ലൊരു വീട്, മസ്കൻ, ഒരു മർക്കബ്, ഒരു വാഹനം, ഒരു ഭാര്യ. ഇത് മൂന്നും കിട്ടിയാൽ നമ്മൾ വിജയിച്ചു. നല്ല വണ്ടിയുണ്ട്, നല്ല ഒന്നാന്തരം വീടുമാണ്, അവള് ശരിയല്ല. എന്നാ പിന്നെ എന്താ ചെയ്യും? വീട്ടിൽ കിടക്കാൻ പറ്റുമോ? സമാധാനം ഇല്ല. വണ്ടിയിൽ കയറാൻ പറ്റുമോ? ഫോണുള്ളത് കൊണ്ട് എപ്പോഴും വിളിയായിരിക്കും, ഒരു സമാധാനം ഉണ്ടാവില്ല. അതേസമയം നല്ല ഭാര്യയാണ്, നല്ല വാഹനമുണ്ട്, പക്ഷെ അനുയോജ്യമായ വീടില്ല. സങ്കടമല്ലേ? നല്ല വീടുകൊണ്ട് നല്ല ഭാര്യയാണ്, പക്ഷെ യാത്ര ചെയ്യാൻ വാഹനമില്ല. ഇത് മൂന്നും ഈ ലോകത്തെ വിജയത്തിന്റെ നിദാനമാണ് എന്ന് പഠിപ്പിച്ചത് മുത്തുനബിയാണ്. ഇത് മൂന്നുമുള്ളവൻ ഈ ലോകത്ത് വിജയിച്ചു. പരലോകത്തേക്ക് വേണ്ടി ബാക്കി ഉണ്ടാക്കിയുണ്ടാ മതി. അതുകൊണ്ട് വീടും വേണം, വാഹനവും വേണം, സുഖ സൗകര്യങ്ങളൊക്കെ വേണം. പക്ഷെ നമ്മൾ അതൊരു മുഖ്യമായ ലക്ഷ്യമാക്കരുത്. അത് നമ്മളെ തേടി വന്നോട്ടെ, നമ്മൾ അതിന്റെ പിന്നാലെ പോകണ്ട. ആരാ പറഞ്ഞത് നമുക്ക് ദുനിയാവ് വേണ്ട എന്ന്? റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഹസനത്ത് വേണം. ആ ഹസനത്ത് എന്താണ് എന്ന് ഖുർആൻ പല സ്ഥലങ്ങളിലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതല്ലേ സഹോദരങ്ങളെ നല്ലൊരു വാഹനം, നല്ലൊരു ഭവനം,
നല്ല ഒരു ജീവിതം, ആരോടും കൈനീട്ടേണ്ട സാഹചര്യം വരാതെ, ഒരിക്കലും ആരോടും ഒരു രൂപയും കടം വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തില് അന്തസ്സോടുകൂടിയുള്ള ജീവിതം, ഇതൊക്കെ നമ്മുടെ ഹസനാത്തുകളിൽ പെട്ടതാണ്, ദുനിയാവിന്റെ ഹസനത്തിൽ പെട്ടതാണ്. അള്ളാഹു നമുക്ക് അതൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ദുനിയാവിനെ ആസക്തി, ഐഹിക ആസക്തി നമ്മളെ വേട്ടയാടുമെങ്കിൽ നമ്മളെ പറ്റി പറഞ്ഞ പേര് മായയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.